Hello my dear students, welcome to EduZone the Commerce platform. +1 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്ക്, മേജർ ട്രേഡ് സെൻറ്റേഴ്സ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ക്ലാസ് എടുത്തത് അല്ലേ. പിന്നെ മേജർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്ക് പോവുകയാണ്. കൺസെപ്റ്റ് ഓഫ് ബിസിനസ്, ഹ്യൂമൺ ആക്ടിവിറ്റി, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ആണ് നമുക്ക് പറയാനുള്ളത്. ലിറ്ററലി മീനിങ്, അതായത് ലിറ്ററലി ആയിട്ട് നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ബിസിനെസ്, തിരക്ക് പിടിച്ച അവസ്ഥ എന്നതാണ് ബിസിനസ്. പക്ഷേ നമുക്ക് കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് സ്പെസിഫിക് സെൻസിൽ ബിസിനസ് ഇൻക്ലൂഡ്സ് ഓൾ ഒക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ് വിത്ത് എ വ്യൂ ടു ഏണിങ് പ്രോഫിറ്റ്. എന്താ അങ്ങനെ പറഞ്ഞാൽ ബിസിനസ് ഇൻക്ലൂഡ്സ്, ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്താണ്? ഓൾ ഒക്യുപ്പേഷൻ, എല്ലാ ജോലിയും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ്ഡ്, തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന, ഇൻ ആക്ടിവിറ്റീസ്, വർക്കാണ്. എങ്ങനെ? ടു വ്യൂ ടു ഏണിങ് പ്രോഫിറ്റ്, അവരുടെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് നേടാനും വേണ്ടിയിട്ട് ജനങ്ങൾ തുടർച്ചയായിട്ട് എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റി, അതിനെ പറയുന്ന പേരാണ് ബിസിനസ്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലുകളും നമുക്ക് എന്ത് പറയാം? ബിസിനസ് എന്ന് പറയാം. ലക്ഷ്യം ലാഭം ഉണ്ടാവാനാവണം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാകണം. ഇത്തരം പ്രവൃത്തിക്ക് എന്താ പറയുക? ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ കറക്റ്റായിട്ട് മറ്റൊരു മീനിങ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പറയാം. ഓക്കെ, ഹ്യൂമൺ ആക്ടിവിറ്റീസ്, മനുഷ്യ പ്രവർത്തനം. എന്താങ്ങനെ പറഞ്ഞാൽ ആക്ടിവിറ്റീസ് വിച്ച് ഹ്യൂമൻ ബീയിങ്സ് അണ്ടർടേക്കൺ ആർ നോൺ ആസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയിട്ട് നടത്തുന്ന ഓരോ പ്രവർത്തനത്തിനും പറയുന്ന പേരാണ് മനുഷ്യപ്രവർത്തനം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൺ ആക്ടിവിറ്റി. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനമെന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തികേതര പ്രവർത്തനമെന്നും. അങ്ങനെ ഹ്യൂമൻ ആക്ടിവിറ്റി ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് അതർ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റീസ്, activities undertaken with the object of earning money or livelihood are known as economic activities. അതായത് പണം സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് സാമ്പത്തിക പ്രവർത്തനം, എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? പണമായിരിക്കും. പണം എന്ന ലക്ഷ്യത്തിൽ അത് നേടുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രവർത്തനമാണ് എക്സാമ്പിൾ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി അങ്ങനെ ആകുമ്പോൾ നമുക്കതിന് ഉദാഹരണം പറയണം അല്ലേ. എ ടീച്ചർ ടീച്ചിങ് ഇൻ സ്കൂൾ, ഒരു ടീച്ചർ സ്കൂളിൽ വർക്ക് ചെയ്താൽ അവർക്ക് എന്താ കിട്ടുക? ക്യാഷ് ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഡോക്ടർ വർക്ക് ഇൻ ഇസ് ക്ലിനിക്ക്, അയാളെ ക്ലിനിക്കിൽ അയാൾ വർക്ക് ചെയ്യുമ്പോൾ അതും എക്കണോമിക്കാണ്. എംപ്ലോയി വർക്ക് ഇൻ എ ഫാക്ടറി, ഒരു തൊഴിലാളി ഫാക്ടറിയിൽ വർക്ക് ചെയ്താൽ അയാൾക്ക് പകരം ക്യാഷ് കിട്ടും. അപ്പോൾ അതും ഒരു സാമ്പത്തിക പ്രവർത്തനമായിട്ട് എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു സാറ്റിസ്ഫൈ ദർ പേഴ്സണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് നീഡ്സ് ആർ നോൺ ആസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ചെയ്യുന്ന ജോലി സാറ്റിസ്ഫൈ ദെയർ പേഴ്സണൽ, മനഃശാസ്ത്രപരമായ സംതൃപ്തിക്ക്, അല്ലെങ്കിൽ മതപരമോ സോഷ്യലായിട്ടോ റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ കാരുണ്യം, രാജ്യസ്നേഹം ഇതുപോലുള്ള
ആ ഒരു വൈകാരികമായിട്ട് ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളെ സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയും. അതായത് അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് ക്യാഷ് അല്ല, പകരം സാറ്റിസ്ഫാക്ഷനാണ്. അത് മാനസികമായിട്ട് കിട്ടാവുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ക്യാഷിന് പകരം മാനസിക സംതൃപ്തിയാണ് അവർക്ക് കിട്ടുന്നത്. മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ. എക്സാമ്പിൾ ഓഫ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. സാമ്പത്തികേതര പ്രവർത്തനത്തിന് എക്സാമ്പിൾ ഹൗസ് വൈഫ് കുക്കിംഗ് ഫുഡ് ഫോർ ഹെർ ഫാമിലി. അതായത് ഒരു വീട്ടമ്മ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കൽ. ഒരിക്കലും അവൾക്ക് തിരിച്ച് അവർക്ക് ക്യാഷ് കിട്ടില്ല. അവർക്ക് എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഫാമിലിക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയല്ലോ എന്നുള്ള ഒരു മാനസിക സംതൃപ്തി, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരച്ഛൻ അയാളുടെ മകനെ പഠിക്കാൻ സഹായിക്കുക, അയാൾക്ക് ആ മകൻ അറിയാത്ത കാര്യങ്ങൾ വായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തിരിച്ച് ആ അച്ഛന് കിട്ടുന്നത് ക്യാഷല്ല, എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചല്ലോ, എൻ്റെ മകന് ഞാൻ അറിയാത്തത് അറിവ് പകർന്നല്ലോ. അതാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. അതും ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. തിരിച്ച് കിട്ടുന്നത് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്, നോട്ട് മണി. ക്ലിയർ? ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഹ്യൂമൺ ആക്ടിവിറ്റി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൺ ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. എക്കണോമിക് ആക്ടിവിറ്റിയിലെ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന എന്താണ്? ക്യാഷാണ്. പകരം നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കിട്ടുന്നതോ പേഴ്സണലായിട്ടോ സോഷ്യലായിട്ടോ മതപരമായിട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ബിസിനസ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ഈസ് കോൾഡ് ബിസിനസ്. ആണ് നമുക്ക് നമ്മുടെ വിഷയം തന്നെ ബിസിനസ്സാണ്. ബിസിനസ് സ്റ്റഡീസ്. നമ്മൾ ട്രാക്കിലേക്ക് കയറുകയാണ്. നമ്മുടെ ടോപ്പിക്ക് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, എന്തിനു വേണ്ടി? ലാഭം എന്ന ലക്ഷ്യത്തോടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ബിസിനസ്. ഒരാളെ പേര് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അടുത്തത് നമ്മുടെ ലക്ഷ്യം എന്താ? അയാൾ ആരാണ്, അയാളെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുക അല്ലേ, അയാളുടെ സ്വഭാവം അല്ലേ. അതുപോലെ നമ്മളെ ബിസിനസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ബിസിനസ് എന്നുള്ള മീനിങ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് നമ്മൾ പറയണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ മീനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിസിനസ് എന്താണ്? ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് അല്ലേ. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി അണ്ടർടേക്കൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ് അല്ലേ. കാരണം ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ലക്ഷ്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഏണിങ് മണി, ക്യാഷാണ് അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തിലാണ് എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത് അല്ലേ. ഒരു ചാരിറ്റി ആയിട്ട് തുടങ്ങുന്നോ? ഇല്ല. തിരിച്ചവർക്ക് വാത്സല്യമാണോ? അല്ല. സ്നേഹമാണോ കിട്ടുന്നത്? അല്ല. കിട്ടുന്നത് എന്താണ്? മണിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഫസ്റ്റ് പോയിന്റ്. Second point is business is production or procurement of goods and service. എന്താ അങ്ങനെ പറഞ്ഞാൽ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും അഥവാ സംഭരണവുമാണ് ബിസിനസ്. അതായത് ഒന്നുകിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ വാല്യൂ. അതായത് എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഒന്നുകിൽ സാധനങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉൽപ്പാദകരിൽ നിന്ന്, പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് അവ വാങ്ങി ശേഖരിച്ച് ഉപയോക്താക്കൾക്ക് വിൽക്കുക. അങ്ങനെയല്ല ഉണ്ടാവുക. അതായത് ഒരു ഷോപ്പ് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പേർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആവില്ല നമ്മൾ വാങ്ങുന്നത്. മറ്റൊരാൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയത് ഇവർ വാങ്ങി വെച്ചതായിരിക്കും. സംഭരിച്ച് വെച്ചിട്ട് അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് വിൽപ്പന നടത്തുകയാണ്. പല സ്ഥാപനങ്ങളും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുണ്ടാക്കിയത് സംഭരിച്ച് വെച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ. ബിസിനസ് സ്ഥാപനങ്ങൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുന്നത്
കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. എന്താ കൺസ്യൂമർ ഗുഡ്സ്? ഉപഭോക്തൃ സാധനങ്ങൾ, അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റംസ്. ഓക്കെ, അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മളെ സോപ്പ്, പെൻസില്, പേന, ഈ ഐറ്റംസൊക്കെ. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സും അവർ ഉപയോഗിക്കുന്നുണ്ട്. മൂലധന സാധനങ്ങൾ അവർ വിൽപ്പന നടത്തുന്നുണ്ട് അല്ലേ? ഫർണിച്ചർ ഷോപ്പിൽ, പിന്നെ മെഷീനറീസ്, ഓക്കെ, ടൂൾസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ ഗുഡ്സിൽ വരും. അതേസമയം കൺസ്യൂമർ ഗുഡ്സിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിത്യോപയോഗ സാധനങ്ങളായ പെൻ, പെൻസിൽ, സോപ്പ് ഐറ്റംസൊക്കെ വരും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയും കൈമാറ്റവുമാണ് ബിസിനസ് അല്ലേ? ബിസിനസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ വാല്യൂ. എന്താ അങ്ങനെ പറഞ്ഞാൽ? പ്രതിഫലം കൈപ്പറ്റി സാധനങ്ങളും സേവനങ്ങളും കൈമാറുന്നതാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനം അല്ലേ? നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ക്യാഷ് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അവർക്ക് പ്രതിഫലമായിട്ട് അവർക്ക് തിരിച്ച് വാല്യൂ കൊടുക്കുന്നുണ്ട്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്സിലെ തേർഡ് പോയിൻ്റ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റ് ബിസിനസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് ചരക്കുകളും ഗുഡ്സും സർവീസും സ്ഥിര അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ബിസിനസ്. അല്ലാതെ ഇപ്പോൾ സപ്പോസ് ഒരാളൊരു കാറ് വിൽപ്പന നടത്തി, അയാളുടെ ഒരു കാറ്, സെക്കൻഡ് ഹാൻഡ് കാറ് വിൽപ്പന നടത്തി, ഒരാൾക്ക് വിറ്റു, നല്ല ലാഭത്തിൽ വിറ്റു, അതൊരു ബിസിനസ്സാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം അയാൾ അതുപോലെ വേറെ ഒരുപാട് കാറുകൾ അയാൾ വീട്ടിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, ഷോപ്പിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല, അയാളത് വിറ്റാൽ അത് ബിസിനസ്സാണെന്ന് പറയാം. ഒരൊറ്റ പ്രാവശ്യം ഒരു വിൽപ്പന നടത്തുന്നതിനെ ഒരിക്കലും ബിസിനസ് എന്ന് പറയില്ല. ബിസിനസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. റെഗുലർ ബേസിലായിരിക്കണം. ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ എ റെഗുലർ ബേസിസ്. ചരക്കുകളും സേവനങ്ങളും സ്ഥിര അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്തിരിക്കണം. അത്തരം പ്രവർത്തനമാണ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഫോർത്ത് ഫീച്ചറാണ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എ റെഗുലർ ബേസിസ് ഓർ കണ്ടിന്യൂസ്. രണ്ടും പറയാം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് പ്രോഫിറ്റ് ഏണിംഗ്. എന്താണ് പ്രോഫിറ്റ്? പ്രോഫിറ്റിൻ്റെ മീനിങ് എന്താ? ലാഭം. ഏൺ ചെയ്യുക, ലാഭം ഉണ്ടാക്കുകയാണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യം അല്ലേ? വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. നമ്മൾ ബിസിനസ്സിൻ്റെ മീനിങ് പഠിച്ചപ്പോൾ തന്നെ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ എന്താണ്? മേക്കിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. നോ ബിസിനസ് ക്യാൻ സർവീസ് വിത്തൗട്ട് ഏണിംഗ് പ്രോഫിറ്റ് ഓർ ലോങ് ടേം ബേസിസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭമുണ്ടാക്കാതെ ഒരു ബിസിനസ്സും മുന്നോട്ട് പോവുകയില്ല. ഒറ്റ ദിവസം ലാഭം ഉണ്ടാക്കിയാൽ ആ ബിസിനസ് മുന്നോട്ട് പോവോ? ഇല്ല. അത് ഒരുപാട് കാലത്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം, ലാഭം ഉണ്ടാക്കിയാൽ ആ ബിസിനസ് മുന്നോട്ട് പോവും. ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ലാഭമായിരിക്കണം. അത് ഫിഫ്ത്ത് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ അഞ്ചാമത്തെ സ്വഭാവമാണത്. ദെൻ സിക്സ്ത് പോയിൻ്റ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. വരുമാനത്തിലെ അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി. എന്താണ്? ദർ ഈസ് ഓൾവേസ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ഇൻ ബിസിനസ്. ശരിയാണ് അല്ലേ? കാരണം ബിസിനസ്സിൽ എന്നും ലാഭം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പല സമയത്തും ചിലപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് നല്ല ലാഭം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ അടുത്ത വർഷം ഇതിനേക്കാൾ കുറഞ്ഞ ലാഭമായിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും ഡള്ളായ ടൈമാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ ബിസിനസ്സിൻ്റെ റിട്ടേൺ, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരിക്കലും നിശ്ചിത വരുമാനമാവില്ല. എന്തായിരിക്കും? അനിശ്ചിതത്വം ഉണ്ടാവാം. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ദാറ്റ് ഈസ് സിക്സ്ത് പോയിൻറ്റ്. ദെൻ ലാസ്റ്റ് പോയിൻറ്റ് എന്താണ്? എലമെൻറ്റ് ഓഫ് റിസ്ക്. റിസ്ക് കാരണം എന്താ? നഷ്ടസാധ്യത അല്ലേ? നഷ്ടസാധ്യത അതിൽ സംഭവിക്കാം. റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടത്തിനുള്ള പോസിബിലിറ്റി, ചാൻസ് ആണ്.
ബിസിനസ്സിൽ ഒരു ടേം ഉണ്ട്, മോർ റിസ്ക് മോർ പ്രോഫിറ്റ് എന്നാണ്. നല്ല റിസ്ക് ഉണ്ടായാൽ നല്ല ലാഭം എന്നാണ് പറയുന്നത്. ഓക്കെ, മോർ റിസ്ക് മോർ പ്രോഫിറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സം അൺസർട്ടൈൻ, അൺഫേവറബിൾ ഓർ അൺഡിസൈറബിൾ ഇവൻറ്റ്സ്. സത്യമാണ് അല്ലേ? ചില അനിശ്ചിതത്വം, പ്രതികൂലവും അല്ലെങ്കിൽ അഭിലഷണീയവുമായ സംഭവങ്ങളാണ്. അതായത് എന്തെങ്കിലും പ്രകൃതി, നമ്മുടെ ബിസിനസ്സിൽ തന്നെ ചില, നമ്മളൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ആണെങ്കിൽ ഫാഷൻ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ്, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ, അതുപോലെ ലേബർ പ്രോബ്ലംസ് നമുക്കറിയാം അല്ലേ? ഒരുപാട് ഫിലിമിലും ഇതിൽ കണ്ടില്ലേ, തൊഴിലാളികൾ വല്ല സമരം നടത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അവിടുത്തെ പ്രൊഡക്ഷൻ നിൽക്കും, അപ്പം സെയിൽ നടക്കില്ല, ഒരുപാട് നഷ്ടങ്ങളുണ്ടാവാം അല്ലേ? അതേസമയം ഇൻക്രീസ് ഇൻ കോമ്പറ്റീഷൻ, അതുപോലുള്ള അതേ മോഡൽ നമ്മളെ ബിസിനസ്സിൻ്റെ അതേ സെയിം ബിസിനസ് നമ്മൾ തൊട്ടടുത്തുണ്ടായാൽ അത് കോമ്പറ്റീഷൻ, മത്സരം ഉണ്ടാവും, നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. ദെൻ ഫയർ, തീപിടുത്തം ഉണ്ടായാൽ, തെഫ്റ്റ്, കളവുണ്ടായാൽ, ഓക്കെ, എന്തെന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് നന്നായിട്ട് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നതാണ്. എലമെൻറ്റ്സ് ഓഫ് റിസ്ക്, നഷ്ടസാധ്യത ബിസിനസ്സിൽ എപ്പോഴും ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നോ ബിസിനസ് ക്യാൻ ഓൾ ടുഗദർ ഡു എവേ വിത്ത് ദീസ് റിസ്ക്. എന്താ പറഞ്ഞേ? ഇവയെ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ ഒരു ബിസിനസ്സിനും ആവില്ല. പറ്റുമോ? നോ ബിസിനസ് ക്യാൻ ഓൾ ടുഗദർ ഡു എവേ വിത്ത് ദീസ് റിസ്ക്. ഒരു ബിസിനസ്സിനും ഇതിനെ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ, ഇപ്പം ലേബർ പ്രോബ്ലം ആണെങ്കിൽ അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമുക്ക് ഒരിക്കലും തടുക്കാൻ പറ്റില്ല. അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാം അല്ലേ? എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന, അതിൻ്റെ ഒന്നുകൂടി കെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാത്ത പക്ഷം അതും നമുക്ക് പറ്റില്ല. പിന്നെ ഫയർ, അതിൻ്റെ സമയത്ത് നമുക്ക് അതിനെതിരെ ഇൻഷൂർ എടുത്താൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. അതൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് എലമെൻറ്റ്സ് ഓഫ് റിസ്ക്, നഷ്ടസാധ്യത ഒരു ബിസിനസ്സിൽ മസ്റ്റാണ്. അത് നമുക്ക് ഏത് നിമിഷവും വരാം. അത് ബിസിനസ്സിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാം, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹ്യൂമൺ ആക്ടിവിറ്റീസ് അല്ലേ? മനുഷ്യപ്രവർത്തനങ്ങളെ രണ്ടായിട്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻറ്റു 2, എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ദെൻ എക്കണോമിക് ആക്ടിവിറ്റീസിൽ 3 ടൈപ്സ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞത്, ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയീസ്. ദെൻ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിലെ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബിസിനസ്സിൻ്റെ മീനിങ് പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു. ഫസ്റ്റ് ഫീച്ചർ, ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ദെൻ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. തേർഡ് പോയിൻറ്റ്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ദെൻ ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ എ റെഗുലർ ബേസിസ്, കണ്ടിന്യൂസ് ബേസിൽ ഡീൽ ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ഏണിംഗ്, ലക്ഷ്യം ലാഭമായിരിക്കണം. ദെൻ അൺസർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ, നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഉറപ്പൊന്നുമില്ല, അനിശ്ചിതത്വമാണ് അല്ലേ? വരുമാനത്തിലെ അനിശ്ചിതത്വം. ദെൻ എലമെൻറ്റ്സ് ഓഫ് റിസ്ക്, നഷ്ടസാധ്യത. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.